Good morning, students. Welcome to today's class. Today we are discussing about basic coherent system. Okay, so നമ്മൾ IMDD പഠിച്ചിരുന്നു, that is intensity modulated by using direct detection scheme. ആ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ഡിറ്റക്ട് ചെയ്യാൻ, അതായത് ഇൻറ്റൻസിറ്റി ഇൻപുട്ട് സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ഇൻറ്റൻസിറ്റീൻ്റെ ചേഞ്ചിനനുസരിച്ചാണ് ഫോട്ടോ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി ഡിറ്റക്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഫേസും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി മാത്രമല്ല, നമ്മുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിലാണെങ്കിലും ഫ്രീക്വൻസിൻ്റെ കേസിലാണെങ്കിലും ഫേസ് ആണെങ്കിലും ചെയ്യുന്നതാണ് ഈ കൊഹറൻറ്റ് സിസ്റ്റം. കൊഹറൻറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആൻഡ് മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ഈ ഡോട്ടഡ് ലൈൻ. ഓക്കെ, സോ ദിസ് ആൻഡ് ദിസ്. അപ്പോൾ IMDD സിസ്റ്റത്തിൽ നിന്ന് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് കൊഹറൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് ആണ് ഈ രണ്ട് ഡോട്ടഡ് ഡാഷ് പോർഷൻ. അതായത് ഈ മോഡുലേറ്റർ, അവിടെ ഒരു മോഡുലേറ്റർ ഉണ്ടാവും. സോ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് സിഗ്നലിനെ ഓക്കെ ഈ ലേസറിനെ മോഡുലേറ്റ് ചെയ്തിട്ട്, ആ മോഡുലേറ്റ് ചെയ്യുന്നത് അവിടെ ഇൻറ്റൻസിറ്റിയിൽ മാത്രമാണ്. ഇൻറ്റൻസിറ്റി മോഡൽ ഇവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആയിട്ടും ഫേസ് ആയിട്ടും അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് ചെയ്യും, ഫേസ് ഷിഫ്റ്റ് ചെയ്യും, അതുപോലെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യും. ഇതിൽ ഏതിലാണെങ്കിലും നമുക്ക് മോഡുലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. ആൻഡ് ആൾസോ അറ്റ് ദ റിസീവർ ദിസ് ഇൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ലോക്കൽ ഓസിലേറ്റർ കൺട്രോൾ ഉണ്ടാവും. ഈ ലോക്കൽ ഓസിലേറ്റേഴ്സ് ഈ വരുന്ന ഒരുപാട് ദൂരെ നിന്ന് നമുക്ക് ഈ ഇൻപുട്ട് സിഗ്നൽ ഓക്കെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നമുക്ക് റിസീവറിൽ എത്തുമ്പോൾ ഇൻപുട്ട് സിഗ്നൽ പറഞ്ഞിട്ട് ഓൾറെഡി അത് വീക്ക് സിഗ്നൽ ആയിരിക്കും. ഈ വീക്ക് സിഗ്നലിനെ ഒരു സ്ട്രോങ് സിഗ്നൽ ആയിട്ടുള്ള ലോക്കൽ ഓസിലേറ്റർ വഴി ഹോമോഡൈൻ അല്ലെങ്കിൽ ഹെട്രോഡൈൻ ചെയ്തിട്ട്, ഹോമോഡൈൻ എന്ന് പറഞ്ഞാൽ ഡൈൻ എന്ന് പറഞ്ഞാൽ വി ഓൾ നോട്ട് ദാറ്റ് ഇസ് മിക്സിങ്. ഹോമോഡൈൻ മിക്സിങ് അല്ലെങ്കിൽ ഹെട്രോഡൈൻ മിക്സിങ് ചെയ്തിട്ട് ആണ് നമുക്ക് ഇങ്ങനെ ഡിറ്റക്ടറിലോട്ട് കൊടുത്തിട്ട്, എന്നിട്ട് ഈ ആംപ്ലിഫയറിലോട്ട് പോയിട്ട് വീണ്ടും അത് ഫെഡ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ഡിറ്റക്ഷൻ സ്കീം പോലെ നമുക്ക് ഡിമോഡുലേറ്ററും ഹെട്രോഡൈൻ റിസീവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടും. സോ അതായത് വീക്ക് സിഗ്നലിനെ നമ്മുടെ ഈ ലോക്കൽ ഓസിലേറ്റർ വഴി നമുക്ക് അതിനെ സ്ട്രോങ് ആക്കുന്നു ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നോയ്സ് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു IMDD സിസ്റ്റം. ഇനി ഹോമോഡൈൻ ഹെട്രോഡൈൻ എന്ന് പറഞ്ഞാൽ, ഹോമോഡൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ തരാണ്. ഹോമോഡൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ വരുന്ന നമ്മുടെ ഇൻപുട്ട് സിഗ്നലും അതുപോലെ തന്നെ ഈ ലോക്കൽ ഓസിലേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെയും സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ ദിസ് ഇസ് ഓഫ് ദ ടൈപ്പ് ഹോമോഡൈൻ. അല്ല, സെയിം ഫ്രീക്വൻസി സെയിം വേവ് ലെങ്ത്. അതല്ല, നമുക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലും അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ ഓസിലേറ്ററിൽ വരുന്ന സിഗ്നലും തമ്മിൽ സെയിം ഫ്രീക്വൻസി അല്ല, ഈ ലോക്കൽ ഓസിലേറ്ററിലെ സിഗ്നലിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഓഫ് സെറ്റ് കൂടുതൽ, അതായത് സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് coherent system is called heterodyne system. Okay, അപ്പോൾ coherent system two type ഉണ്ട്, homodyne system and heterodyne system. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അത് നോക്കാം. അതായത് നമുക്ക് ഡാറ്റ ഇൻപുട്ട് വരുന്നു. ഓക്കെ, ഡ്രൈവ് ഇലക്ട്രോണിക്സ് വഴി നമ്മുടെ ഇൻപുട്ട് മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നു. ഈ മോഡുലേറ്ററിൽ നമുക്ക് ലേസർ കൺട്രോൾ വഴി കണ്ടിന്യൂസ് വേവ് ലേസർ ഫോം ചെയ്യുന്നു. അതായത് ലേസർ ഔട്ട്പുട്ട്, എന്തെങ്കിലും ലേസർ സോഴ്സ് വഴി ലേസർ ഔട്ട്പുട്ട് ഈ മോഡുലേറ്ററിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ മോഡുലേറ്റ് ചെയ്യുന്ന ഇൻകമിങ് സിഗ്നലിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലേഷൻ, അതായത് കരിയർ ആയിട്ട് ഇവിടെ നമുക്ക് ലേസർ സ്ട്രോങ് ലേസർ കാരിയർ ഉണ്ടാവും. സോ ഈ ലേസർ കാരിയറും അതുപോലെ ഇൻകമിംഗ് സിഗ്നലും തമ്മിൽ മോഡുലേഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ദിസ് ഇൻപുട്ട് സിഗ്നൽ ഇസ് മോഡുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് the laser output signal, continuous wave laser is modulated in accordance to the input signal. ഇൻപുട്ട് സിഗ്നലിന് അനുസരിച്ച് ഈ ലേസർ മോഡുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. സോ അത് ഹോമോഡൈൻ അല്ലെങ്കിൽ ഹെട്രോഡൈൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഔട്ട്പുട്ട് റിസീവറിൽ എത്തും. അപ്പോൾ റിസീവറിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് റിസീവർ ലോക്കൽ ഓസിലേറ്റർ വഴി അത് ഒന്നുകൂടി എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രോങ് സിഗ്നലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നു. സോ ഡൈൻ മീൻസ് മിക്സിങ്, ഒന്നെങ്കിൽ ഹോമോഡൈൻ മിക്സിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെട്രോഡൈൻ മിക്സിങ് ചെയ്യുന്നു. ഹോമോഡൈൻ മിക്സിങ് ഇൻ ദ സെൻസ് എന്തായിരിക്കും, ഈ വരുന്ന സിഗ്നലും അതുപോലെ തന്നെ ലോക്കൽ ഓസിലേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിനും സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ്, ദാറ്റ് ഇസ് കാൾഡ് ഹോമോഡൈൻ. ദെൻ ഹെട്രോഡൈൻ എന്ന് പറയുമ്പോൾ വരുന്ന സിഗ്നലിൻ്റെയും അത് ലോക്കൽ ഓസിലേറ്ററിൻ്റെ സിഗ്നലും തമ്മിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് കാൾഡ് ഹെട്രോഡൈൻ. അങ്ങനെ ഈ ഒരു ഡിറ്റക്ഷൻ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് കൊഹറൻറ്റ് സിസ്റ്റത്തിൽ. എന്നിട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആംപ്ലിഫയർ വഴി ഡിമോഡുലേറ്റർ വഴി ഡാറ്റ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഓക്കെ, now the dashed line encloses the main element which distinguish the coherent system from its IMDD equivalent. IMDDയും coherent തമ്മിലുള്ള മെയിൻ ഡിഫറൻറ്റ് ആണ്. ഒന്ന് IMDD പറയുമ്പോൾ ഇൻറ്റൻസിറ്റി മാത്രം മോഡുലേറ്റ് ചെയ്യുന്നു, ഇവിടെ ഫേസും ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എ ലോക്കൽ ഓസിലേറ്റർ മിക്സിംഗ് അറ്റ് ദ റിസീവർ. As a transmitter, a continuous wave narrow line with semiconductor laser is shown which act as optical frequency oscillator. This is
An external optical modulator usually provides amplitude, frequency, and phase shift gain in the optical carrier by the information signal. ഈ information signalum ഈ carrier signalum തമ്മിൽ ഇവിടെ modulate ചെയ്യും. Modulator may be amplitude shift gain, frequency shift gain, അല്ലെങ്കിൽ phase shift gain. ഏതെങ്കിലും ഒരു type of modulation scheme യൂസ് ചെയ്തിട്ട് modulate ചെയ്യുന്നു. At the receiver, the incoming signal is combined or mixed. Dyne എന്ന് പറഞ്ഞാൽ mixing എന്നാണ്. So homodyne or heterodyne പ്രോസസ് നടക്കുക. അതാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പോൾ റിസീവറിൽ ഇൻകമിംഗ് സിഗ്നൽ ഇസ് കമ്പൈൻഡ് വിത്ത് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഫ്രം ദ സെമി കണ്ടക്ടർ ലേസർ ലോക്കൽ ഓസിലേറ്റർ. ഓക്കെ, ഈ ലോക്കൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വരുന്ന ഇൻപുട്ട് സിഗ്നലും ഈ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലും കൂടി തമ്മിൽ മിക്സിംഗ് നടക്കുന്നു. ദ കമ്പൈൻഡ് സിഗ്നൽ ഇസ് ദെൻ ഫെഡ് ഇൻ ടു എ ഫോട്ടോ ഡിറ്റക്ടർ ഫോർ ഡയറക്ട് ഡിറ്റക്ഷൻ ഇൻ ദ കൺവെൻഷണൽ സ്ക്വയർ ലോ. ഓക്കെ, ഈ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ഈ ഇൻപുട്ട് സിഗ്നലും ഈ ഒരു ലോക്കൽ ഓസിലേറ്ററും തമ്മിൽ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം നോർമൽ ഡയറക്ട് ഡിറ്റക്ഷൻ സ്കീം പോലെ ആ മിക്സ് ചെയ്ത സിഗ്നൽ ചെയ്ത സിഗ്നൽ എന്ത് ചെയ്യും, ഈ ഡിറ്റക്ഷനിലൂടെ ഡയറക്ട് ഡിറ്റക്ഷൻ പോലെ ഡിറ്റക്ടറിലൂടെ കടന്ന് ആംപ്ലിഫയറിലൂടെ കടന്ന് നമുക്ക് ഡിമോഡുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, സോ മിക്സിംഗ് ആണ് അവിടെ ഒരു IMDDനെ ബേസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ വരുന്ന സംഭവം. When the optical frequencies of the incoming signal and the local oscillator output are identical, okay, വരുന്ന സിഗ്നൽ ലോക്കൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലും ഐഡന്റിക്കൽ ആണ്, then the receiver operates in homodyne mode. ഓക്കെ, ഹോമോഡൈൻ മോഡിലാണ് റിസീവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇസ് റീകവർഡ് ഡയറക്ട്ലി ഇൻ ദ ബേസ് ബാൻഡ്. ഓക്കെ, എന്നിട്ട് ഈ ഹോമോഡൈൻ മോഡിൽ വരുമ്പോൾ പിന്നെ ഡയറക്ട്ലി നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ റിക്കവർ ചെയ്യുന്നു. റൈറ്റ്. സോ ഫോർ ഹെറ്ററോഡൈൻ ഡിറ്റക്ഷൻ, ഹൗ ദ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് ഓഫ്സെറ്റ് ഫ്രം ദ ഇൻകമിംഗ് സിഗ്നൽ ഫ്രീക്വൻസി. Therefore, the electrical spectrum from the output of the detector is centered on an intermediate frequency which is dependent on the offset and is chosen according to the information transmission rate and the modulation characteristics. Okay. ഓക്കെ, ഹോമോഡൈൻ റിസീവർ എന്ന് പറയുമ്പോൾ സെയിം ഫ്രീക്വൻസിയിൽ വന്നു, എന്നിട്ട് നോർമൽ ഡയറക്ട് ഡിറ്റക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഹെട്രോഡൈനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഓഫ്സെറ്റ്, അതായത് ഒരു ചേഞ്ച് വരും. ഈ ലോക്കൽ ഓസിലേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെ വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നലിന്റെ ഫ്രീക്വൻസിയും ലോക്കൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി പ്ലസ് ഒരു ഓഫ്സെറ്റ് ഫ്രീക്വൻസി ആയിരിക്കും, അതായത് രണ്ടും സെയിം ആവില്ല. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും കൂടി കൂടിയിട്ട് ഇന്റർമീഡിയറ്റ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഓഫ്സെറ്റിനെയും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ, നമ്മുടെ ഏത് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫോർമേഷനെയും അതുപോലെ തന്നെ മോഡുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ദിസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. In this intermediate frequency, which is different signal or different frequency contains the information signal can be demodeled using the standard electrical techniques. Okay, ഈ IF-ല് ഡിഫറൻസ് ഫ്രീക്വൻസി ആണ് വരുന്നത്, അതായത് നമ്മുടെ ഈ ലോക്കൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻപുട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയും കൂടി the different frequency. Electrical demodulator is required in particular for an optical heterodyne detection system which can utilize synchronous, asynchronous or non-synchronous electrical detection. Okay, ഇനി നമുക്ക് ഹോമോഡൈൻഡ് കഴിഞ്ഞു. Okay, അതായത് coherent system can be divided into two, that is homodyne and heterodyne. Homodyne receiver and heterodyne receiver, two types receiver. Okay, now the two are okay. Then in homodyne receiver നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, that is സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, സിങ്ക്രണസ് ആയിട്ടും വരുന്നുണ്ട്, അല്ലെങ്കിൽ അസിങ്ക്രണസ് ആയിട്ട്. അസിങ്ക്രണസിനെ നമുക്ക് നോൺ സിങ്ക്രണസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഹെട്രോഡൈനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഡിറ്റക്ഷൻ. ഇൻ സിങ്ക്രണസ് അല്ലെങ്കിൽ കൊഹറന്റ് ഡിമോഡുലേഷനിൽ, ഓക്കെ, ഹെട്രോഡൈൻ്റെ രണ്ടെണ്ണമാണ് സിങ്ക്രണസും അസിങ്ക്രണസും. ഇനി സിങ്ക്രണസിലാണ് നമ്മുടെ ഡിറ്റക്ഷൻ എങ്കിൽ അല്ലെങ്കിൽ കൊഹറന്റ് ഡിമോഡുലേഷൻ ഇംപ്ലൈസ് ദാറ്റ് ദ എസ്റ്റിമേഷൻ ഓഫ് ദ IF സിഗ്നൽ ഇൻ ട്രാൻസ്ഫറിംഗ് ടു ദ ബേസ് സിഗ്നൽ. എസ്റ്റിമേഷൻ ഓഫ് ഫേസ് ആണ്. ഓക്കെ, സിങ്ക്രണസ് മോഡിലാണെങ്കിൽ നമ്മൾ ഫേസ് ആണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോർമൽ പറഞ്ഞ ഹോമോഡൈൻ ആണെങ്കിൽ ഡയറക്റ്റ് ഡിറ്റക്ഷൻ ആയിട്ട് ചെയ്യും. ഓക്കെ, സെയിം ഫ്രീക്വൻസി ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ലോക്കൽ ഓസിലേറ്റർ മിക്സ് ചെയ്തതിനു ശേഷം നോർമൽ ആയിട്ട് ചെയ്യും. ഇനി ഹെട്രോഡൈൻ ആണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. സോ ഹെട്രോഡൈനിൽ നമുക്ക് സിങ്ക്രണസ് ഉണ്ട്, അസിങ്ക്രണസ് ഉണ്ട്. സിങ്ക്രണസ് മോഡലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫേസ് ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും സിൻസ് ഇറ്റ് ഈസ് ഹെട്രോഡൈൻ. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിന്റെ ഫേസ് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഫേസ് ലോക്ക് ലൂപ്പ്. ഓക്കെ, ഫേസ് ലോക്ക് ലൂപ്പ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ആണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിന്റെ കേസ് ഓഫ് സിങ്ക്രണസ്. ഓക്കെ, ഓക്കെ, ഫേസ് ഫ്ലക്ച്വേഷൻസ് ആണ് സിങ്ക്രണസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോക്കൽ ഓസിലേറ്റർ ഇൻകമിംഗ് സിഗ്നലിൽ ഫേസ് ഫ്ലക്ച്വേഷൻസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഫേസ് ലോക്ക് ലൂപ്പ് വഴി ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് ലോക്ക് ലൂപ്പ് വഴി നമ്മുടെ ഫേസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, ഇൻകമിംഗ് സിഗ്നലിന്റെ ലോക്കൽ സിഗ്നലിന്റെ ഫേസ് ഫ്ലക്ച്വേഷൻസ് ആണ് സിങ്ക്രണസ്
സിങ്ക്രണസ് ഡീമോഡുലേറ്ററിൽ നമ്മൾ എടുക്കുന്ന ഈ ആൾട്ടർനേറ്റീവ്ലി അസിങ്ക്രണസ് ഓർ നോൺ കോഹറന്റ് IF ഡീമോഡുലേഷൻ സ്കീം മേ ബി എംപ്ലോയ്ഡ് വിച്ച് ആർ ലെസ് ഓക്കെ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീമോഡുലേഷൻ സ്കീം നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല കാരണം അവിടെ പെർഫോമൻസ് ഒക്കെ കുറവായതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഹെട്രോഡൈൻ ഡിറ്റക്ഷനിൽ ഹോമോഡൈൻ ഡിറ്റക്ഷനിൽ നമുക്ക് പറഞ്ഞ പോലെ സിങ്ക്രോണസ് ഡീമോഡുലേഷൻ ആണ്. അത് നോർമൽ ഇത് മിക്സ് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ബേസ് ബാൻഡ് ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ബൈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, സോ ഇത്രയാണ് ആ സിങ്ക്രണസും അസിങ്ക്രണസും തമ്മിൽ. അതിന്റെ ഒരു ഫിഗറും ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് പറഞ്ഞു കൊഹറന്റ് ഡിറ്റക്ഷൻ സ്കീം 2 ടൈപ്സ്, ഹോമോഡൈൻ ആൻഡ് ഹെട്രോഡൈൻ. ഹോമോഡൈൻ ഡിറ്റക്ഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻപുട്ട് വന്നു, ഇത് റിസീവർ സൈഡാണ്. ഹോമോഡൈൻ ഡിറ്റക്ഷൻ ആണ്. സോ ഹോമോഡൈൻ റിസീവർ സൈഡിലാണ് വരുന്നത്. ഓക്കെ, ഇത് ലോക്കൽ ഓസിലേറ്റർ അത് PLL വഴി ലോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും ഹോമോഡൈനിൽ. ഓക്കെ, ഓപ്റ്റിക്കൽ ഡിറ്റക്ഷൻ അത് നോർമൽ, അതായത് മിക്സിങ് കഴിഞ്ഞ നോർമൽ ഡിറ്റക്ഷൻ ആണ് നടക്കുന്നത്. ഇനി ഹെട്രോഡൈൻ ഡിറ്റക്ഷനിലാണെങ്കിൽ നമുക്ക് IF ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നോർമൽ ആയിട്ട് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ബേസ് ബാൻഡ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയറും കൂടി ഉണ്ടാവും. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഫിൽട്ടറും കൂടി ഇൻക്രീസ് ആ ഒരു എലമെന്റ് കൂടി കൂടും ഇൻ കേസ് ഓഫ് ഹെട്രോഡൈൻ. ഇനി ഹെട്രോഡൈനിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, സിങ്ക്രണസ് ഡിറ്റക്ഷനും അസിങ്ക്രണസ് ഡിറ്റക്ഷനും. സിങ്ക്രണസ് ഡിറ്റക്ഷനിൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ ഫ്രീക്വൻസി ടു ലോക്ക് റിലേസ്, ഓക്കെ, ഫേസ് ലോക്ക് ലൂപ്പ് വെച്ചിട്ട് ചെയ്തു. ഫോട്ടോ ഡിറ്റക്ടർ, ബാൻഡ് പാസ് ഫിൽട്ടർ. ഓക്കെ, ഇത് തമ്മിൽ എന്താ വെച്ചാൽ കാരിയർ റിക്കവറി ചെയ്യുന്നുണ്ട് ഇവിടെ സിങ്ക്രണസിൽ, അതായത് ഫേസിന്റെ ഇതിലാണ് നമ്മൾ കാരിയർ റിക്കവർ ചെയ്യുന്നത്. അസിങ്ക്രണസ് കേസിൽ ഒരു ഡിലേ എലമെന്റ് ആണ് കൂട്ടുന്നത്. ഓക്കെ, സിങ്ക്രണസിൽ കാരിയർ റിക്കവറി ആണെങ്കിൽ അസിങ്ക്രണസിൽ ഡിലേ എലമെന്റ് ആണ്. ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രാമിലുള്ള അവരുടെ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കൊഹറന്റ് അങ്ങനെ പറയാം. ഇനി കൊഹറന്റ് ഡിറ്റക്ഷൻ പ്രിൻസിപ്പിൾ നോക്കാം. ഓക്കെ, ഈ കൊഹറന്റ് ഡിറ്റക്ഷൻ പ്രിൻസിപ്പിൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡെറിവേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻകമിംഗ് സിഗ്നൽ, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ, ദിസ് ഇസ് ES cos ഒമേഗ ST+5, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ. ഇത് റിസീവർ സൈഡാണ് കേട്ടോ. റിസീവർ സൈഡിൽ കൊഹറന്റ് ഡിറ്റക്ഷന്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്, അതായത് അതിന്റെ ഈ ഡെറിവേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ റിസീവർ സൈഡിൽ എന്ത് ചെയ്യും, ഒരു ലോക്കൽ ഓസിലേറ്റർ വഴി ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് EL cos ഒമേഗ LT. EL അറിയുമ്പോൾ ലോക്കൽ ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡും ഒമേഗ L അറിയുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിയും. അത് ഇതിനായിട്ട് ഒരു മിക്സർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഹോമോഡൈൻ ഓർ ഹെട്രോഡൈൻ ഏതെങ്കിലും മിക്സിംഗ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നു. ഇൻകമിംഗ് സിഗ്നൽ കമ്പൈന, ഈ വരുന്ന സിഗ്നലും ഈ ലോക്കൽ ഓസിലേറ്റർ സിഗ്നലും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഡിറ്റക്ടറിലൂടെ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് ഇവിടെ വരുന്നത്. ഈ വരുന്ന സിഗ്നൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക് സിഗ്നൽ ആണ്. ഈ വീക്ക് സിഗ്നലിനെ വെരി സ്ട്രോങ് ആയിട്ടുള്ള ലോക്കൽ ഓസിലേറ്റർ സിഗ്നലിനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലോസ് വളരെ കുറയും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൊഹറന്റ് സിസ്റ്റത്തിൽ. Okay, a simple coherent receiver model of ASK is deployed in figure. ASK is amplitude shift gain. The low level incoming signal field ES, low level signal ആവും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ES. ഇതിനെ സ്മോൾ ലെറ്റർ ES എന്ന് പറയാം. സ്മോൾ ലെറ്റർ ES is equal to ES cos omega ST. ഈ ലോ ലെവൽ ആയിട്ടുള്ള നമ്മൾ റിസീവ് ചെയ്ത സിഗ്നലിനെ combined with a second much larger signal EL derived from the local oscillator. Okay, ഞാൻ പറഞ്ഞ പോലെ larger signalനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. It is assumed that electromagnetic field obtained from the two lasers can be represented by cosine functions at an angle. Okay, ഇവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫൈവും ഇവിടെ ഒരു 5s ആണ്, ഇവിടെ 5l ഡിഫറൻസ് ഇടും. സോ 5 is equal to 5s minus 5l അങ്ങനെയാണ്. ഓക്കെ, ഇവരുടെ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ, 5s എന്ന് പറയുമ്പോൾ ഇൻകമിംഗ് സിഗ്നലിന്റെ ഫേസ് ഡിഫറൻസും 5l അറിയുമ്പോൾ ലോക്കൽ ഓസിലേറ്ററിന്റെ ഫേസ് ഡിഫറൻസും. അപ്പോൾ ഈ രണ്ട് ഫീൽഡ് നമുക്ക് 5l ഡിഫറൻസ് ആർബിട്രറി പോയിന്റ് ഇൻ ടൈം. ഓക്കെ, അത് നമുക്കൊരു ആർബിട്രറി കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. സോ നമുക്ക് ഇതിനെ ES എന്നും അതുപോലെ തന്നെ ഈ ഒരു ടേമിനെ ES എന്നും അതുപോലെ ഈ ഒരു ടേമിനെ EL സ്മോൾ ലെറ്റർ EL ആയിട്ട് represent ചെയ്യാം, that is ES and EL. Okay, now ES is the peak incoming signal. Okay, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഈ സിഗ്നലിന്റെ പീക്ക് ആണ്, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് ES, and this is ലോക്കൽ ഓസിലേറ്ററിന്റെ പീക്ക് സിഗ്നൽ ആണ് EL. Okay, so phi of t represent the phase relationship between two field. ഈ phi എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫീൽഡും തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, phi അതായത് 5s minus 5l ആണ് phi. Okay, for heterodyne detection the local oscillator frequency omega L offset from the incoming signal frequency omega S by an intermediate frequency. Okay, ഇനി നമുക്ക് ഹെട്രോഡൈൻ കേസിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ എടുക്കാം. ഹെട്രോഡൈൻ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഈ ഒമേഗ എസും ഒമേഗ എല്ലും, ദാറ്റ് ഈസ് നമ്മൾ ഇൻപുട്ട്
ഫ്രീക്വൻസിയും അത് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് സിഗ്നലും അതുപോലെ തന്നെ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ലോക്കൽ ഓസിലേറ്ററും തമ്മിൽ ഒരു ഓഫ് സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് ഹോമോഡൈനിലാണെങ്കിൽ ദിസ് ഒമേഗ എസ് ഈക്വൽ ടു ഒമേഗ എൽ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഹെട്രോഡൈൻ ഒമേഗ എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൽ പ്ലസ് ഒമേഗ ഐ എഫ്. ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും, കാരണം ഒരു ഓഫ്സെറ്റ് ഒമേഗ എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൽ പ്ലസ് ഓഫ്സെറ്റ്, ഒരു ഓഫ്സെറ്റ് ചേഞ്ച് ഉണ്ടാവും. സോ ഹെട്രോഡൈൻ ഡിറ്റക്ഷനിൽ ഈ ഒരു ഫോം ആയിരിക്കും, അതായത് ഈ ഒമേഗ എസ് ട്രാൻസ്മിറ്റ് ചെയ്ത് വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ എൽ പ്ലസ് ഒമേഗ ഐ എഫ്. ഓക്കെ, ഐ എഫ് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ആംഗുലാർ ഫ്രീക്വൻസി. The intermediate frequency is usually in the radio frequency region. Okay, മെഗാഹേർട്സിലൊക്കെയാണ് വരുന്നത്. within the homodine detection there is no offset. Homodine ആണെങ്കിൽ ഈ ഒരു ഒമേഗ ഐ എഫ് 0 ആയിരിക്കും, ഓഫ്സെറ്റ് ഇല്ല. സോ ഒമേഗ എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൽ ആയിരിക്കും ഇൻ കേസ് ഓഫ് ഹോമോഡൈൻ. സോ ഒമേഗ ഐ എഫ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി 0 ആയിരിക്കും. ദിസ് കേസ് കമ്പൈൻഡ് സിഗ്നൽ ഇസ് therefore recovered in the baseband. ബേസ്ബാൻഡ് പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീകവർ ചെയ്യാം, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഇല്ല ഇൻ കേസ് ഓഫ് ഹോമോഡൈൻ. ഓക്കെ, പെർഫെക്റ്റ്ലി മാച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഹോമോഡൈനിൽ കറക്റ്റ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അതായത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഓഫ് ബോത്ത് ഹെട്രോഡൈൻ ആൻഡ് ഹോമോഡൈൻ ഡിറ്റക്ഷൻ ദ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ പ്രൊഡ്യൂസസ് സിഗ്നൽ ഫോട്ടോ കറന്റ് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഒപ്റ്റിക്കൽ ഇന്റൻസിറ്റി. ഓക്കെ, ഇനി എന്താ പറഞ്ഞ വെച്ചാൽ ഇനി ഹോമോഡൈൻ ഡിറ്റക്ഷൻ ആണെങ്കിൽ ശരി, ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ ആണെങ്കിൽ ശരി, അതായത് കൊഹറന്റിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് കേസിലും നമ്മൾ ഇവിടെ ഫോട്ടോ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൽ ബി ഈക്വൽ ടു ഓർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇ എസ് പ്ലസ് ഇ എൽ ഡി ഹോൾ സ്ക്വയർ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഫോട്ടോൺ വരുന്നതോട് കൂടി നമ്മുടെ റിസീവറിൽ ഒരു ഫോട്ടോ കറന്റ് ഐ പി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോട്ടോ കറന്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ഇ എസ് എ പ്ലസ് ലോക്കൽ ഓസിലേറ്ററിന് കൊടുക്കുന്ന ഇ എൽ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും ഇൻ കേസ് ഓഫ് ഹെട്രോഡൈൻ ആൻഡ് ഹോമോഡൈൻ. രണ്ടിന്റെ കേസിലും ഇതാണ് നമുക്ക് ഉള്ള റിലേഷൻ. ഐ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ഇ എസ് പ്ലസ് ഇ എൽ ഹോൾ സ്ക്വയർ, റൈറ്റ്. ഇനി ഐ പി ഇസ് പ്രൊപ്പോർഷണൽ ടു ഇ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ ഇ എസ് കോസ് ഒമേഗ എസ് ടി പ്ലസ് 5 ആൻഡ് ഇ എൽ എന്ന് പറഞ്ഞാൽ ഇ എൽ കോസ് ഒമേഗ എൽ ടി. ഓക്കെ, നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. ഇത് ഇ എസിന് പകരം ഈ ടേം കൊടുത്തു, ഇ എല്ലിന് പകരം ഈ ഒരു ടേം കൊടുത്തു. ദെൻ നെക്സ്റ്റ്, ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിലാണിത്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. സോ എ സ്ക്വയർ ആണ് ഇ എസ് സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ എസ് ടി പ്ലസ് 5 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ എൽ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ എൽ ടി പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇ എസ് ഇ എൽ കോസ് ഒമേഗ എസ് ടി പ്ലസ് 5 ഇൻറ്റു കോസ് ഒമേഗ എൽ ടി. ഓക്കെ, സോ ആ ഒരു ഫോമിലോട്ട് കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഈ ഒരു ടേം എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് ഇ എസ് സ്ക്വയറിനെ പുറത്തെടുത്ത് കോസ് സ്ക്വയർ തീറ്റാനോ 1 പ്ലസ് 2 കോസ് തീറ്റ ബൈ 2 എന്നുള്ള ഫോം ഉണ്ട്. സോ അത് ഒന്നും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, സോ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഫോമുല പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയില്ലേ, ഇ എസ് സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു അറിയോ, ഈ ഇ എസ് സ്ക്വയറിനോട് പുറത്തെടുത്തിട്ട് വി ഹാവ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്നാണ്. ആ ഒരു ഫോമിൽ ചെയ്തു. കോസ് സ്ക്വയർ ദിസ് ഇസ് തീറ്റ 1 പ്ലസ് കോസ് 2 ഇൻറ്റു ഒമേഗ എസ് ടി പ്ലസ് 5 ബൈ 2. ഇത് ആ ഒരു സെയിം കേസ് ഒമേഗ എൽ സ്ക്വയർ പുറത്തിട്ട് 1 പ്ലസ് കോസ് 2 ഒമേഗ എൽ ടി ബൈ 2. ഈ ഒരു കേസിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കോസ് എ കോസ് ബി 2 കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു ഈ ഇ എസ് ഇ എല്ലിനെ നമ്മൾ പുറത്തെടുക്കാം. സോ ഇ എസ് ഇ എല്ലിനെ നമ്മൾ കോൺസ്റ്റന്റ് ആണ്. സോ രണ്ടിലോട്ട് ഇ എസ് ഇ എൽ കൊടുത്തു. 2 കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി എന്നാണ്. 2 കോസ് എ കോസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കോസ് എ ദിസ് ഇസ് എ ആൻഡ് 2 കോസ് ബി. 2 കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി എന്നാണ്. സോ ഇ എസ് ഇ എൽ ഇൻറ്റു കോസ് എ മൈനസ് ബി കോസ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഒമേഗ എസ് ടി പ്ലസ് 5 മൈനസ് ഒമേഗ എൽ ടി ടി പ്ലസ് 5 മൈനസ് ഒമേഗ എൽ ടി പ്ലസ് ഇ എസ് ഇ എൽ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ കോസ് എ പ്ലസ് ബി ഒമേഗ എസ് ടി പ്ലസ് 5 പ്ലസ് ഒമേഗ എൽ ടി ഒമേഗ എസ് ടി പ്ലസ് 5 പ്ലസ് ഒമേഗ എൽ ടി. ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയർ
ഫ്രീക്വൻസി കോമ്പണന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇനി ഇതിനെ നമുക്ക് അകത്തോട്ട് എടുക്കാം. ദാറ്റ് ഇസ് ഇ എസ് സ്ക്വയർ 1/2 ഇ എസ് സ്ക്വയർ കോസ് 2 ഒമേഗ. ഓക്കെ, 1/2 ഇൻറ്റു ഇ എസ് സ്ക്വയർ കോസ് ഈ ടേം വരും. സോ ഹയർ ഫ്രീക്വൻസി ടേമിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഐ പി ഇസ് ഈക്വൽ ടു ഇ എസ് സ്ക്വയർ 1/2 ഇ എസ് സ്ക്വയർ പ്ലസ് ഇവിടെ ഈ ഒരു ടേം നമുക്ക് റിമൂവ് ചെയ്യാം ആൻഡ് 1/2 ഇ എൽ സ്ക്വയർ പ്ലസ് ഈ ഒരു ടേം റിമൂവ് ചെയ്തു. ഇനി ഈ ഒരു ടേമിൽ നമുക്ക് ഹയർ ഫ്രീക്വൻസി ടേംസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇ എസ് ഇ എൽ കണ്ടോ, ഈ ഒരു ഫോമിൽ കിട്ടും 2 ഇ എസ് ഇ എൽ ഒമേഗ എസ് ടി. സോ ഇത് രണ്ടും ഓക്കെ, ഇത് പ്ലസ് 5 മൈനസ് ഒമേഗ എല്ലും മൈനസ് 5 മൈനസ് എൽ ആണെങ്കിൽ ഇതിൽ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ്. സോ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് എഴുതാം, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ്. ഈ ഒരു ടേമും ഈ രണ്ട് ടേമും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് വി റൈറ്റ് 2 ഇ എസ് ഇ എൽ ഇൻറ്റു കോസ് ഒമേഗ എസ് ടി പ്ലസ് 5 മൈനസ് ഒമേഗ എൽ ടി. ഈ ഒരു ടേം ആക്കി എഴുതാം. ഓക്കെ, ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് ഹയർ ഫ്രീക്വൻസി നമുക്ക് റിമൂവ് ചെയ്യണോണ്ട് ഈ ഒരു ടേമിനെ രണ്ടിനും കൂടി ഇതേ പ്ലസ് ഇത്, ദാറ്റ് ഇസ് 2 കോസ് ഒമേഗ എസ് ടി പ്ലസ് 5 മൈനസ് ഒമേഗ എൽ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ആ ഒരു ഫോമിലാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഹയർ ഫ്രീക്വൻസി ടേം റിമൂവ് ചെയ്ത് ഐ പി ഇസ് പ്രൊപ്പോർഷണൽ ടു 1/2 ഇ സ്ക്വയർ 2 ഇ എസ് ഇ എൽ കോസ് ഒമേഗ എസ് ടി മൈനസ് ഓക്കെ ഒമേഗ ടി പ്ലസ് 5 മൈനസ് ഒമേഗ എൽ ടി ആണ്. സോ ഒമേഗ എൽ ടി അങ്ങോട്ട് എടുക്കുമ്പോൾ കോസ് ഒമേഗ ടി മൈനസ് ഒമേഗ എൽ ടി പ്ലസ് 5. ഓക്കെ, ഈ ഒരു ടേമിൽ കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 1/2 ഇ സ്ക്വയർ ടി ക്യാൻ ബി റെപ്രസെന്റ് ആസ് പവർ, ഒപ്റ്റിക്കൽ പവറിന്റെ രീതിയിൽ എഴുതാം. സോ ഇൻപുട്ട് സിഗ്നലിന്റെ പവർ this is E square. So IP proportional to PS. The recalling the optical power combined with the signal is proportional to the square of electric field. Power is proportional to square of the electric field ആണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ I is proportional to okay electric field square is equal to power. So PS plus PL plus 2 into ഇതിന്റെ ഇ എസ് സി എൽ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് ഓഫ് പി എസ് പി എൽ കോസ് ഒമേഗ എസ് ടി മൈനസ് ഒമേഗ എൽ ടി പ്ലസ് 5 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഐ പി ഫോട്ടോ കറണ്ട്. Then PS and PL are the optical powers incoming signal and the local oscillator signal respectively. Okay, the power of optical signalum power of local oscillator signalum. ഇനി നെക്സ്റ്റ് നമുക്ക് ഐ പിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫോട്ടോ കറന്റിന്റെ നോർമൽ ഇക്വേഷൻ ആണ് ഈറ്റ ഇ ഐ പി ബൈ എച്ച് എഫ് എന്നുള്ള ഈ ഓക്കെ ആ ഒരു ഫോം. സോ ഐ പി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ പി ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ് ഇൻറ്റു ദിസ് ടേം. അതായത് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫോട്ടോ കറണ്ട് ജനറൽ ഇക്വേഷനിലോട്ട് ഇടും. സോ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ പി ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ് ഇൻറ്റു കറണ്ട് ഐ എസ്, അങ്ങനെ ഒരു കറണ്ട് ഫോം ആണ്. സോ ആ ഒരു ഐ പിക്ക് പകരം ഇതിട്ട് കൊടുത്തു. സോ വി ഗെറ്റ് ഐ പി ഇസ് ഈക്വൽ ടു ഈറ്റ, അതായത് പ്രൊപ്പോർഷണൽ ഒഴിവാക്കിയിട്ട് ഒരു കോൺസ്റ്റന്റ് ചെയ്തു, ഈറ്റ ഇ ബൈ എച്ച് എഫ് ഇൻറ്റു ഈ ഒരു ഫുൾ ടേം കൊടുത്തു. ഓക്കെ, അപ്പൊ ഈറ്റ എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് എഫിഷ്യൻസി, ഇ എന്ന് പറയുമ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എച്ച് എന്ന് പറയുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എഫ് ഈസ് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി. വെൻ ദ ഓസിലേറ്റർ സിഗ്നൽ ഇസ് മച്ച് ലാർജർ ദ ഇൻകമിംഗ് സിഗ്നൽ ദെൻ ദ തേർഡ് AC term in equation may be distributed from the first two DC terms. അതായത് ഇനി നമുക്ക് ഫോട്ടോ കറണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോ കറണ്ട് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സിഗ്നൽ കറണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഓക്കെ ഇൻപുട്ടിൽ നിന്ന് വരുന്ന സിഗ്നൽ കറണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി എൽ ഉണ്ടാവില്ല അല്ലെ, ലോക്കൽ ഓസിലേറ്ററിൽ വരുന്ന പവർ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സിഗ്നൽ കറണ്ട് നോക്കുമ്പോൾ നമുക്ക് റിസീവറിൽ ആ ലോക്കൽ ഓസിലേറ്റർ ഇല്ലെങ്കിൽ റിസീവറിൽ സിഗ്നലിന്റെ കറണ്ട് എന്തായിരിക്കും, വളരെ കുറവാണ്, സിഗ്നൽ പവർ വളരെ കുറവാണ്. സോ സിഗ്നലിന്റെ മാത്രമായിട്ടുള്ള കറണ്ട്, സിഗ്നൽ കറണ്ട് ഐ എസ് ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ്. അപ്പോൾ പവർ ഓഫ് സിഗ്നൽ വീക്ക് സിഗ്നൽ ആയതുകൊണ്ട് ആ ഇൻകമിംഗ് സിഗ്നലിന്റെ പവർ അപ്രോക്സിമേറ്റ്ലി 0 ആക്കി എടുക്കാം. സോ പി എസ് ഉണ്ടാവില്ല. പിന്നെ സിഗ്നലിന്റെ മാത്രം കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് പി എൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് അതായത് ഈ രണ്ട് ഡി സി ടേം രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഓൾസോ ഈ ഒരു എ സി ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈറ്റ ഇ ബൈ എച്ച് എഫ് ഇൻറ്റു 2 റൂട്ട് പി എസ് പി എൽ കോസ് ഒമേഗ എസ് ടി മൈനസ് ഒമേഗ എൽ ടി 5. ഓക്കെ, ഇനി the equation allows two coherent detection strategies to be considered for heterodyne detection. Omega is not equal to omega L. Heterodyne ഇനി
ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇത്രയാണ് ജനറൽ ഇക്വേഷൻ. ഇത് രണ്ടും, ഇത് ഐ പിന്റെ കേസ്, ഇത് ഐ എസിന്റെ കേസ്. അതായത് ഇത് ഫോട്ടോ കറണ്ട്, ഇത് സിഗ്നൽ ഫോട്ടോ കറണ്ട്, സിഗ്നലിൽ മാത്രം വരുന്ന കറണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ ആണെങ്കിൽ ഈ ഒമേഗ എസ് നോട്ട് ഈക്വൽ ടു ഒമേഗ എൽ, ഒമേഗ എസ് ഒമേഗ എല്ലും ഈക്വൽ അല്ല, ബട്ട് ഒമേഗ എസ് മൈനസ് ഒമേഗ എൽ ഇസ് ഈക്വൽ ടു ഒമേഗ ഐ എഫ്. നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒമേഗ എസ് മൈനസ് ഒമേഗ എൽ ഇസ് ഈക്വൽ ടു ഒമേഗ ഐ എഫ് ആണ്. സോ നമുക്ക് അവിടെ അത് എഴുതാം. സോ ഹെട്രോഡൈൻ റിസീവറിന്റെ കേസിൽ ടു ഈറ്റ ഈ ഒരു ടേമിന് പകരം ഒമേഗ ഐ എഫ് ടി വരും ഇൻറ്റു 5. ഓക്കെ, ഇനി ഹോമോഡൈൻ ഡിറ്റക്ഷൻ ആണെങ്കിൽ എന്ത് വരും? ഈ ഒരു ടേം എന്തായി? 0 ആയിട്ട് പോകും. ഒമേഗ എസ് ഒമേഗ എല്ലും ഒമേഗ എസ് ഒമേഗ എൽ ഈക്വൽ ആണ്. സോ ദിസ് ടേം വിൽ ബി 0. സോ വി ഗെറ്റ് 2 ഈറ്റ ഇ എച്ച് എഫ് റൂട്ട് ഓഫ് പി എസ് പി എൽ കോസ് 5 എന്ന് വരും. ഓക്കെ, ഹോമോഡൈൻ്റെ കേസിൽ, ഹോമോഡൈൻ ഡിറ്റക്ഷന്റെ കേസിൽ. ദെൻ ഈ ഒരു ടേമിന് ഈറ്റ ഇ ബൈ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസ്പോൺസിവിറ്റി ആണ്. സോ അത് ഇതിന് പകരം ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ആർ റൂട്ട് ഓഫ് പി എസ് പി എൽ കോസ് 5. സോ ദിസ് ഇസ് റെസ്പോൺസിവിറ്റി ഓഫ് ദ ഒപ്റ്റിക്കൽ റിസീവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറയുമ്പോൾ ഫോട്ടോ ഡയോഡും ഔട്ട്പുട്ടും ഫേസ് ലോക്ക് ചെയ്യാണ്, കാരണം ദിസ് ഇസ് ഹോമോഡൈൻ. ദെൻ നെക്സ്റ്റ് ഐ എസ് സ്ക്വയർ ഷോർട്ട് നോയ്സ്, ഇവിടെ ഒരു ക്വാണ്ടം നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഷോർട്ട് നോയ്സ് ഉണ്ടാവും. സോ ആ ഷോർട്ട് നോയ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഐ എസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2EB IPL. ഓക്കെ, സോ ഇതിന് പകരം ഇവിടെ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഐ എസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെയുള്ള ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും ഐ എസ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 E സ്ക്വയർ ഈറ്റ പി എൽ ബി ബൈ എച്ച് എഫ് എന്ന് കിട്ടും. അതായത് ഷോർട്ട് നോയ്സ്, ഇവിടെ വരുന്ന ഷോർട്ട് നോയ്സ്. ഓക്കെ, അതെങ്ങനെ വരുന്നത് വെച്ചാൽ ദ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ഇൻകമിംഗ് സിഗ്നൽ. ഇൻകമിംഗ് സിഗ്നലിൽ ആ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ഗ്രേറ്റർ ആണ്, പക്ഷെ കൂടുതൽ ഗ്രേറ്റർ ആണെങ്കിൽ, ഭയങ്കരമായിട്ട് കൂടിയാൽ അവിടെ നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ക്വാണ്ടം നോയ്സ് ആണ് വരുന്നത്, കാരണം ഫോട്ടോണിൽ വരുന്ന നോയ്സ് ആണല്ലോ. സോ ക്വാണ്ടം നോയ്സ്, അതിന് നമുക്ക് ഷോർട്ട് നോയ്സ് എന്ന് പറയും. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അതിൽ ഐ പി എല്ലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് ദ ഡിറ്റക്ടർ സിഗ്നൽ എസ് ബീങ് സ്ക്വയർ ഓഫ് ദ ആവറേജ് സിഗ്നൽ ഫോട്ടോ കറന്റ്, ഈ ഒരു ഫോട്ടോ കറന്റ് സ്ക്വയർ ആണ്. സോ ഹിയർ എസ് ഇസ് ഈക്വൽ ടു ഈറ്റ ഇ ബൈ എച്ച് എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു പി എസ് പി എൽ. ആ ഒരു ഫോമാറ്റിലോട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ എസ് എൻ ആർ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, എസ് ദെൻ എസ് ബൈ എൻ. ഓക്കെ, നെറ്റ് ആയിട്ടുള്ള. ഓക്കെ, ഇപ്പോൾ ദിസ് ഇസ് നോയ്സ് ആൻഡ് ഈ ഒരു ടേം ആണ് നോയ്സ്, ഷോർട്ട് നോയ്സ്. ഈ ടേം ആണ് നമ്മുടെ സിഗ്നലിന്റെ പവർ, ദാറ്റ് ഇസ് ഈറ്റ ഇ ബൈ എച്ച് എഫ് ഹോൾ സ്ക്വയർ പി എസ് ഇൻറ്റു പി എൽ. അതാണ് നമ്മുടെ സിഗ്നൽ പവർ വരുന്നത്. ഇനി നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാണാം. So hence the SNR for the ideal heterodyne detection receiver, when the local oscillator power is large, local oscillator power large ആവുമ്പോൾ ഉണ്ടാവുന്ന സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. സോ സിഗ്നൽ ബൈ എൻ, എസ് ബൈ എൻ, എസ് എന്നുള്ള ഈ ഇക്വേഷൻ കൊടുക്കാം, ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുമ്പോൾ 2 E സ്ക്വയർ ഈറ്റ പി എൽ ബി ബൈ എച്ച് എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടിയും സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഈറ്റ പി എസ് ബൈ എച്ച് എഫ് ടു ബി, ഓർ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് എഫ് ബി ഐ എഫ്. ഓക്കെ, 2B എന്ന് പറയുന്നത് നമ്മൾ ബാൻഡ് വിഡ്ത്ത്, ഇന്റർമീഡിയറ്റ് ബാൻഡ് വിഡ്ത്ത് കൊടുക്കാം. 2 ഇൻറ്റു ബിനെ നമുക്ക് ബി ഐ എഫ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇഫ് ആംപ്ലിഫയർ ബാൻഡ് വിഡ്ത്ത് ബി ഐ എഫ് ഈസ് അസ്യൂംഡ് ടു ബി ഈക്വൽ ടു 2B, ദെൻ ബി ഐ എഫ് ഇസ് ഈക്വൽ ടു 2B. ഓക്കെ, ആംപ്ലിഫയർ ബാൻഡ് വിഡ്ത്ത് നമ്മൾ 2B ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് ഈ 2Bക്ക് പകരം ബാൻഡ് വിഡ്ത്ത്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്ത് ബി ഐ എഫ് എന്ന് കൊടുക്കാം. ഹെൻസ് ദ SNR ലിമിറ്റ് ഓഫ് ഒപ്റ്റിക്കൽ ഹെട്രോഡൈൻ ഡിറ്റക്ഷൻ ഈസ്, ഹെട്രോഡൈൻ്റെ ഡിറ്റക്ഷൻ ഇങ്ങനെ വരും. SNR ഹോമോഡൈൻ ഡിറ്റക്ഷൻ ഈസ് ഈറ്റ പി എസ് ബൈ എച്ച് എഫ് ബി എന്ന് വരും. ഓക്കെ, ഹോമോഡൈൻ്റെ കേസിലാണെങ്കിൽ ദിസ് ഇസ് ഫോർ ഹെട്രോഡൈൻ, ഈറ്റ പി എസ് ബൈ എച്ച് എഫ് ബി ഐ എഫ് ഓർ 2B. ഹോമോഡൈൻ്റെ കേസിൽ ഈറ്റ പി എസ് ബൈ എച്ച് എഫ് ഇൻറ്റു ബി. ഓക്കെ, സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, ഫൈനൽ ഇക്വേഷൻസ് നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് coherent detection scheme. Okay, that's all about today's class. Thank you. Have a nice day.